ജനപ്രിയ ന്യൂസ്, വസ്തുതയുടെ വർത്തമാനം. NCPയുടെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. മാണി സി കാപ്പനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള ആലപ്പുഴ ജില്ലാ നേതാവായ ജലീൽ എസ് പെരുമ്പളത്തിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടെയാണ് പൊട്ടിത്തെറി മറനീക്കി പുറത്തു വന്നിട്ടുള്ളത്. ജലീൽ എസ് പെരുമ്പളത്തിനെ പീതാംബരൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം NYC-യുടെ സംസ്ഥാന സെക്രട്ടറിയായി കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു. ഇത് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തെ ചൊടിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നാരോപിച്ച് കായംകുളം മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പുറത്താക്കിയിരുന്നു. എന്നാൽ പാർട്ടി വിരുദ്ധ നിലപാടുകളുടെ പേരിലാണ് ജലീലിനെ പുറത്താക്കിയതെന്നാണ് ആലപ്പുഴ ജില്ലാ നേതാവ് ഫാറൂഖ് സഖാഫി ജനപ്രിയ ന്യൂസിനോട് പറഞ്ഞത്. ജലീൽ പെരുമ്പളത്ത് CPയിൽ നിന്ന് നമ്മുടെ പാർട്ടിയിലേക്ക് വന്ന ആളാണ്. അപ്പൊ അദ്ദേഹം വരുമ്പോൾ 20-ാം വാർഡിന്റെ കൗൺസിലറായിട്ടാണ് വരുന്നത്. അപ്പൊ അന്ന് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് അദ്ദേഹം കൗൺസിലറായി ഒരു പാർട്ടിയിലേക്ക് ഒരാൾ വന്നാൽ അതിന് സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റിയിലുണ്ടാവും, ജില്ലാ എക്സിക്യൂട്ടീവിലുണ്ടാവും. അങ്ങനെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജില്ലാ എക്സിക്യൂട്ടീവിലായിരുന്നത്. പിന്നെ 38-ാം വാർഡിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും പിന്നെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി കൂടി അദ്ദേഹത്തിന് സാമ്പത്തിക ക്രമക്കേട് നടത്തി, വണ്ടി പിരിവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആ സമയത്ത് സംസ്ഥാന NYC-യുടെ യൂത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയെന്നുള്ളത് ഷെലിൻ മന്ദിരാട് എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു കത്തുമായി അദ്ദേഹം വരികയും അത് മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം യൂത്തിന്റെ ഒരു ഭാരവാഹിയോ അല്ലെങ്കിൽ മെമ്പർഷിപ്പോ ഉള്ള ആളായിരുന്നില്ല. സ്വാഭാവികമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പുറത്താക്കലല്ല ഉണ്ടായിട്ടുള്ളത്. എന്നാൽ താനിപ്പോൾ NCPയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ തീരുമാനങ്ങൾക്കൊപ്പമാണെന്നും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു ജലീലിന്റെ പ്രതികരണം. ഇപ്പം NCP യൂണിറ്റിലേക്ക് പോകുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. മനസ്സിലായി. അത് ആലപ്പുഴ ജില്ലയിൽ അതിനെ യൂണിറ്റിലേക്ക് പോകാൻ നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരാളാണ് സ്പീക്കർ മയൂരിയോടൊപ്പം ഞാൻ ഈ യൂത്ത്, അതായത് NYC സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആലപ്പുഴ ജില്ലയില് തന്നെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളും, ഒരുവിധപ്പെട്ട മുഴുവൻ ബ്ലോക്ക് കമ്മിറ്റികളും സ്പീക്കർ മയൂരിയോടൊപ്പവും NCPയോടൊപ്പം ഉണ്ട്. സ്പീക്കർ മയൂരി എന്നുള്ള ഒരു വ്യക്തിയല്ല, NCP നേതൃത്വത്തിനോടൊപ്പം ഉണ്ട്. മനസ്സിലായി. അതിപ്പോ തീരുമാനമാകുമ്പോഴല്ലാതെ അതിനെ കുറിച്ചൊക്കെ വ്യക്തത വരത്തുള്ളൂ. അല്ല, അതിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണ്, സംസ്ഥാന പ്രസിഡന്റിന്റെയും ഒക്കെ തീരുമാനമാണ്. അല്ലാതെ അതിനൊന്നും ആരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യമൊന്നുമില്ല. കൃത്യമായിട്ട് ഈ സാമ്പത്തിക ക്രമക്കേട് അവർ ആരോപിക്കുന്നതിനെ കുറിച്ച് എന്താ പ്രതികരിക്കുന്നത്? അതിനുള്ള തെളിവോ കാര്യങ്ങളോ തരാനുണ്ട്. എന്താ നമുക്ക് ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടില്ല, എന്നെ അറിഞ്ഞിട്ടില്ല, ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതായത് സാമ്പത്തിക കുറിച്ചോ ഒന്നും ആരും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തങ്ങൾ ഒരുക്കമല്ലെന്ന് സുൽഫിക്കർ മയൂരി വ്യക്തമാക്കി. പവാറിന്റെയും ദേശീയ നേതൃത്വത്തെയും തീരുമാനമനുസരിച്ച് കേരളത്തിലെ NCP പ്രവർത്തകർ ബാധ്യസ്ഥരാണെന്നും കേന്ദ്ര നേതൃത്വം കോൺഗ്രസിനൊപ്പം യോജിച്ചു പോകുന്നതുകൊണ്ട് കേരളത്തിലും അതേ രീതിയിൽ പോകണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി അവസാനത്തോടുകൂടി UDF-ലേക്ക് പ്രവേശിക്കാൻ പോകുന്ന NCPയിൽ ഇപ്പോൾ തന്നെ വലിയ പൊട്ടിത്തെറി തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ LDF മുന്നണിക്കുള്ളിലും ഈ പൊട്ടിത്തെറി സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പവാറിന്റെയും ദേശീയ നേതൃത്വത്തിന്റെയും തീരുമാനം അനുസരിക്കാൻ കേരളത്തിലെ NCP പ്രവർത്തകർ ബാധ്യസ്ഥരാണെന്നും കേന്ദ്ര നേതൃത്വം കോൺഗ്രസിനൊപ്പം യോജിച്ചു പോകുന്നതുകൊണ്ട് കേരളത്തിലും അതേ രീതിയിൽ പോകണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനപ്രിയ ന്യൂസ്, വസ്തു